നമസ്കാരം, ഭാരതീയം ചാനൽ 50ലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ചേന്നമംഗലം ശിവക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായിട്ടാണ്. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണയ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രാഹ്മൺസിൻ്റെ ഒരു ക്ഷേത്രമായിരുന്നെന്നും ഈ ക്ഷേത്രം ബ്രാഹ്മൺസിൻ്റെ അധീനതയിൽ നടത്തിക്കൊണ്ടിരിക്കുകയും അങ്ങനെ ചില പോരായ്മകളോ എന്തോ അവരിലുള്ള വൈഷമ്യങ്ങൾ കൊണ്ട് ഈ വിഗ്രഹങ്ങളും മറ്റും ഈ കിണറ്റിലും ആറ്റിലുമായിട്ട് ഇട്ടിട്ട് പോവുകയും അങ്ങനെ കാലാകാലങ്ങളായി ഈ അമ്പലം ഇവിടെ മുടക്കപ്പെട്ട് കിടക്കുകയും ഒരു ദിവസം രാത്രി ഒരു വഴിപോക്കനെ കണക്ക് ഒരാൾ വരികയും അസ്തമയമായപ്പം പോവാൻ മാർഗമില്ലാതെ ഇലകൾ പറിച്ചു മൂടി ഇവിടെ കിടക്കപ്പെടുകയും ചെയ്തു. അന്ന് രാത്രി ഉറക്കത്തിൽ ഒരു ദിവ്യസ്വപ്നം പുള്ളി കാണുകയും ഇവിടെ ഒരു ക്ഷേത്ര ചൈതന്യമുള്ള സ്ഥലമാണെന്നും ഇവിടെ ഒരു ക്ഷേത്രം നേരത്തെ നിലനിന്നു എന്ന് സ്വപ്നത്തിൽ കാണുകയും പിറ്റേ ദിവസം അദ്ദേഹം ഉറക്കമെഴുന്നേറ്റ് ഇവിടെ ഇങ്ങനെ പരിസരങ്ങൾ വീക്ഷിക്കുന്ന സമയത്ത് കാടുകൾ ഇങ്ങനെ തട്ടി നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു കിണർ കണ്ടെന്നും ആ കിണർ ഇങ്ങനെ ഇലകൾ പറിച്ചു മാറ്റി നോക്കിയപ്പോൾ ഇവിടെ ഒരു കിണറാണെന്ന് കാണുകയും അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ നിലനിന്നെന്നും പുള്ളി അറിയപ്പെടുകയും ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ഇതിൽ വഴി നടന്നു പോയ കാലത്ത് ഇവിടെ 3 ആറുകളുടെ സംഗമഭൂമിയാണ് മൂന്നാറ്റുമുക്കെന്നാണ് ഇതിനറിയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ അദ്ദേഹം വരികയും ഇവിടെ സഭസ് ചെയ്യാനായിട്ട് സ്ഥലം ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ ചരിത്രം അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ കാലാകാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് R.K. മലയാളി എൻ്റെ ഒരു കുടുംബത്തിലെ അംഗമാണ്. അപ്പോൾ അദ്ദേഹം വെട്ടിവട്ട് അമ്പലത്തിൽ വരികയും അവിടുത്തെ അമ്പലത്തിൽ എല്ലാ പണികളും ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് അവിടെ എഴുതി വെക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് പറ്റില്ലെന്ന് അതിൽ കുടുംബാംഗങ്ങളിൽ ചിലർ പറയുകയും അതനുസരിച്ച് വൈക്കത്തോട്ടത്ത് രാമൻ അവരുടെ പുള്ളിയുടെ അമ്മാവനെ പോയി കാണുകയും അങ്ങനെ പുള്ളിയുടെ സ്വന്തം ചെലവിൽ ഈ അമ്പലങ്ങൾ പുതുക്കി പണിയാൻ ചെയ്യാമെന്നുള്ള രീതിയിൽ പറയുകയും അതനുസരിച്ചാണ് പുതുക്കി ചെയ്ത് ഇവിടെ ഈ അമ്പലം രണ്ടാമത് പ്രതിഷ്ഠ നടത്തിയത്. ഇന്നും രണ്ടാമത് പ്രതിഷ്ഠ നടത്തിയെന്നെങ്കിലും ഗുരുദേവൻ പ്രതിഷ്ഠിച്ച അതേ വിഗ്രഹമാണ് ശിവവിഗ്രഹമായിട്ട് ഇന്നിവിടെ നിലനിൽക്കുന്നത്. ആ പ്രതിഷ്ഠ ഇളക്കിയിട്ടില്ല. അതേ പ്രതിഷ്ഠയാണ് ഗുരുദേവൻ്റെ അതേ ചൈതന്യത്തിൽ ഗുരുദേവൻ്റെ കൈകളാൽ പ്രതിഷ്ഠ നടത്തിയ പ്രതിഷ്ഠയാണ് ഇന്നും ഇവിടെ ഇരിക്കുന്നത്. അതിന് പ്രധാന ഒരു കാരണമെന്ന് വെച്ചാൽ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച എല്ലാ ലിംഗപ്രതിഷ്ഠകൾക്കും അതിനൊരു ചിഹ്നമുണ്ട്. ആ ചിഹ്നം ചേർക്കുന്ന വടക്കോട്ട് ചിരിക്കുന്ന ഒരു ചിഹ്നം ഉണ്ട്. ആ ചിഹ്നം ഈ വിഗ്രഹത്തിൽ ഇപ്പോഴും ആ ചിഹ്നം തന്നെയാണ് നിലനിൽക്കുന്നത്. ഒരു ചൈതന്യം എന്ന് പറഞ്ഞാൽ ആരും വിളിച്ചാൽ വെളിപ്പെടുത്ത് എത്തുന്ന ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളൊരു ക്ഷേത്രമാണിത്. നമ്മൾ എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും ഈ കൽത്തറയിൽ വന്ന് 10 മിനിറ്റ് ഇരിക്കുമ്പോൾ എത്ര ചൂടുള്ള ശരീരമായിരുന്നാലും തണുത്തിട്ട് പോകാൻ പറ്റിയിട്ടുള്ളൂ. ഒരു കാര്യം പറഞ്ഞാലും ഭഗവാനോട് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഒരു ദിവസം നാഗര ക്ഷേത്രത്തിൽ പോയി നിന്ന് തൊഴുതിട്ട് ഞാൻ പറഞ്ഞു, ഭഗവാനെ, ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് എന്തെങ്കിലും അത്ഭുതങ്ങളും അതിൻ്റെ ഇതൊന്ന് കാണിച്ചു കൊടുക്കണം ഭഗവാൻ, ആൾക്കാർക്കൊരു വിശ്വാസം വരുന്നതിന് വേണ്ടി എന്ന് ഞാൻ ഭഗവാനോട് നഗരശിലയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് അമ്പലത്തിൽ കയറിയിട്ട് ഈ കാണിക്ക തുറന്ന് പൈസ എടുത്തുകൂടെ കൊണ്ടുവരികയും ശാന്തിയിലെ കൊടുത്ത് എണ്ണാനായിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, തിരുമേനി, എനിക്കൊന്ന് സ്ഥലത്ത് പോകണം, നോട്ടീസ് അടിക്കാനാണ് പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന സമയത്ത് ഞാൻ തിരിച്ച കാണിക്കപ്പെട്ടി ചെന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു സർപ്പം നിൽക്കുകയാണ്. 3 പ്രാവശ്യം ആടി ഇങ്ങനെ നിന്ന്. അപ്പം ഞാൻ പെട്ടിയുടെ വെളിയിലിട്ട് കൈയിട്ട് അടിച്ചിട്ടും പുള്ളി ഈ സർപ്പം ഇറങ്ങുന്നില്ല. അതിനുശേഷം ഞാൻ വെളിയിൽ വന്നപ്പോഴത്തേക്ക് ശാന്തി എടുത്ത് പറഞ്ഞ വീണ്ടും ശാന്തി വന്ന് തുറന്ന് തട്ടിയപ്പോഴത്തേക്ക് ഇറങ്ങി എൻ്റെ അടുത്തൂടെ വന്നിങ്ങനെ ഒന്ന് വെളിയിൽ നിന്നിങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഒറ്റപ്പോക്ക് പോയി. അപ്പോൾ എൻ്റെ അനുഭവം എന്നുവെച്ചാൽ എനിക്ക് കാണിച്ചു തരണം, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അതേ നിമിഷത്തിൽ കാണിച്ചു തന്ന ഒരു ചൈതന്യമുള്ളൊരു ദേവസ്ഥാനമാണ് ശാന്തമംഗലം ശിവക്ഷേത്രം. ഞാൻ അങ്ങേറ്റം വിശ്വസിക്കുകയാണ്.
കുടുംബ ക്ഷേത്രമാണെങ്കിൽ കൂടി എല്ലാ ഉത്സവത്തിനും ഇതൊരു നാട്ടുകാരുടെ ഒരു പൊതുക്ഷേത്രം എന്നുള്ളൊരു അനുഭവമാണ് ഉത്സവ കാലഘട്ടത്തിലും അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലും മറ്റ് പൂജാതി കർമ്മങ്ങളിലും വഴിപാടുകളിലും എല്ലാം കാണുന്ന അത്തരത്തിലുള്ളതാണ്. അത് ഒരു പ്രത്യേകതയായിട്ട് കാണാം. വർഷങ്ങൾ മുമ്പ് അപ്പൂപ്പനായിരുന്നു. അപ്പൂപ്പൻ്റെ കാലശേഷം അച്ഛൻ്റെ കയ്യിൽ താക്കോല് മാറുകയും പിന്നെ അച്ഛൻ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരികയും ചെയ്തിരുന്നു. അതിനുശേഷം 35 വർഷത്തോളം അച്ഛൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റും തന്നെയാണ് കിടന്ന് വളർന്നതും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇന്നും ഭഗവാന്റെ അടുത്തേക്ക് തന്നെ എത്തിച്ച് ഇവിടെ നിൽക്കണത്. അതിപുരാതനമായ ക്ഷേത്രമാണ്. എൻ്റെ കുട്ടിക്കാലിൽ നിന്ന് തൊട്ട് എനിക്കറിയാവുന്ന ക്ഷേത്രമാണിത്. ഞാനിവിടെ കളിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു ഒരു നേരത്തെ ശാന്തിയെങ്കിലും കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ 3 വർഷക്കാലമായിട്ട് ഞാൻ ഇവിടുത്തെ മേൽശാന്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് കളിച്ച് നടന്ന ഒരു ക്ഷേത്രത്തിൽ മേൽശാന്തിയാവുക എന്നുള്ളത് വലിയ ഒരു സംഭവമാണ്. നമുക്ക് അറിവുള്ള കാര്യങ്ങളും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളുമൊക്കെ നമ്മൾ തിരക്കി ആരാഞ്ഞു പുള്ളീനെയാണ് ഇവിടെ കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം കഴിപ്പിക്കുന്നത്. അത് നമ്മുടെ കുളപ്പട മോഹനം പോറ്റി എന്ന് പറയുന്ന നമ്മുടെ ജ്യേഷ്ഠനാണ്. പുള്ളിയുടെ മുഖ്യ കാർമ്മികത്തിലാണ് ഇവിടുത്തെ ഉത്സവാദി കാര്യങ്ങളും മറ്റ് ചടങ്ങുകളും ഒക്കെ നടക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏപ്രിൽ 15 ബുധനാഴ്ച ലക്ഷദീപം തെളിക്കുക എന്നുള്ളൊരു മഹത്തായ കാര്യം ഇവിടെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എല്ലാ സജ്ജനങ്ങളും പങ്കെടുക്കണമെന്ന് ഭഗവാന്റെ നാമത്താൽ അഭ്യർത്ഥിക്കുന്നു. അന്നും ഇന്നും വിശ്വാസം തന്നെ. എപ്പോഴും ശിവൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം ഞങ്ങൾ ജീവിക്കുന്നു എന്ന് പറയാനേ ഉള്ളൂ. അസുഖത്തിലോ യാതൊന്നിലും ഞങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളെ ശിവനാണ്. 46 വർഷം വരെ എൻ്റെ അപ്പൂപ്പനായിരുന്നു പൂജ. അത് കഴിഞ്ഞ് 36 കൊല്ലം അച്ഛൻ നിന്നു. ശിവനാണ് ഞങ്ങളെ എല്ലാം എന്ന് ഞങ്ങൾ ഇന്നും സങ്കല്പിച്ച് ജീവിക്കുകയാണ്. സുഖമില്ലാത്ത ആളാണെങ്കിലും ഞാനിവിടെ മിക്ക ദിവസവും ഇവിടെ അമ്പലത്തിന് വന്ന് പരിസരം കാണുകയും തൊഴുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ വീട്ടിലുള്ള പൂ കൊണ്ട് കൊടുക്കുകയും ഇല കൊണ്ട് കൊടുക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. എനിക്ക് പിന്നെ എൻ്റെ വണ്ടി കൂട്ടർ അവർ മാസത്തിൽ 6 തവണ ഞാൻ മറിഞ്ഞു വീണു. അവസാനം ഞാൻ ഇവിടെ വന്ന് പോറ്റിയെ കൊണ്ട് അർച്ചന കഴിച്ച് ആ കുരുത്തോട്ടേനെ ഇന്നുവരെ എൻ്റെ കാല് തട്ടുകയും അങ്ങനെ വന്നില്ല. നമുക്കങ്ങനെ അനുദിന അഭിവൃദ്ധി മാത്രം കൊണ്ട് നിൽക്കുന്ന ചൈതന്യം കൊള്ളുന്ന ഒരു അമ്പലമാണ്. എൻ്റെ 5 വയസ്സുള്ളപ്പോഴാണ് ഞാനിവിടെ വരുന്നത്. 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഈ അമ്പലത്തിൽ ഈ തിടപ്പള്ളിക്കകത്താണ് ഉറക്കവും ഭക്ഷണം എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെ കഴിച്ച് 3 നേരത്തെ പൂജയും കഴിഞ്ഞ് ഇവിടെ നിന്ന് തന്നെ പഠിച്ച എല്ലാം ഇവിടെ തന്നെയായിരുന്നു. അമ്പലത്തിൻ്റെ മൊത്തം കാര്യങ്ങളും ഇവിടെ തന്നെ നമ്മൾ നടത്തിയിരുന്നത്. പിന്നെ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് മക്കൾ എല്ലാം പല വഴിക്ക് പോയി. അച്ഛനിവിടെ ഒറ്റയ്ക്കായപ്പോഴത്തേക്ക് അച്ഛനെ കൊണ്ട് നടത്താൻ പറ്റാത്ത കാര്യങ്ങളായപ്പോൾ പിന്നെ അച്ഛനെ ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അതിന് മുമ്പായിട്ട് അമ്പലത്തിൽ നമ്മളിവിടെ തന്നെയാണ് ഈ മണപ്പുറത്താണ് കിടന്ന് ഉറങ്ങുന്നത്. നമുക്ക് ഇന്നുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എല്ലാം ഈ അന്ന് കാവല്ല ഇതിനെക്കാട്ടി വലിയ കാവായിരുന്നു. ഒരു ഇഴജന്തുക്കളുടെ ശല്യമോ ഒന്നും നമുക്കുണ്ടായിട്ടില്ല. പിന്നെ അച്ഛൻ പോയതിന് ശേഷം നമ്മൾ എല്ലാം പല വഴിക്ക് പോയി. ഇവിടുത്തെ ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛനിവിടെ ഉണ്ടായിരുന്ന ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇഷ്ടംപോലെ ഭക്തജനങ്ങളും ഇവിടെ വഴിപാടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. 41 ദിവസം വൃശ്ചികമാസമായി കഴിഞ്ഞാൽ വിളക്കും പൂജയും ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ വന്ന് വരുമായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ഇപ്പോഴും ഞങ്ങളിവിടെ എല്ലാ വർഷവും ഒരു ദിവസത്തെ വിളക്ക് നടത്തുന്നുണ്ട്. എൻ്റെ അമ്മാമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള ചില അറിവുകളെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ കാരണവനായ വൈക്കത്തോട്ടത്ത് കൃഷ്ണൻ എന്നുള്ള ഒരാൾ ഈ ഭൂമി കണ്ടെത്തുകയും ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം കാണാനിട വരികയും അങ്ങനെയാണ് ഇവിടെ ഒരു ശിവനെ പ്രതിഷ്ഠിക്കാൻ കാരണമായത്. അവരുടെ മുൻ കുടുംബക്ഷേത്രങ്ങൾ ദേവീക്ഷേത്രങ്ങളായിരുന്നു. ശിവലിംഗമാണ് കിട്ടിയത്. അങ്ങനെയാണ് ശിവനെ പ്രതിഷ്ഠിച്ച് കുടുംബക്ഷേത്രമായിട്ട് ആ കാരണവരുടെ വകയിലുള്ള കുറച്ച് ആൾക്കാർ ഈ ഒരു കുടുംബത്തിലോട്ട് ചേർത്ത് അങ്ങനെയാണ് ചേർന്നമംഗലം കുടുംബാംഗങ്ങളായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായത്. അന്ന് തൊട്ട് എല്ലാ കാര്യങ്ങളും നടത്തുകയും തൃപ്പാദങ്ങളാണ് ആദ്യം ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നും പ്രതിഷ്ഠ നടത്തി അമ്പല കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയും പിന്നെ അമ്പലത്തിന് ജീർണാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് RKV ദാമോദരൻ മുതലാളി ഈ കുടുംബത്തിൻ്റെ ഒരു അവകാശിയും ഇതിൻ്റെ ഒരു ശേഷകാരനും അദ്ദേഹത്തിൻ്റെ കാരണവൻ അരിയുപ്പുറത്ത് രാമൻ മുതലാളിയും കൂടെ ചേർന്നാണ് അമ്പലം പുനർപ്രതിഷ്ഠിക്കുകയും പുനരുദ്ധാരണം എല്ലാം ചെയ്തതും. അതിനുശേഷമാണ്
ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശിവരാത്രി മഹോത്സവമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള ഉത്സവം. എൻ്റെ ഓർമ്മയിൽ ആദ്യകാലത്ത് കുട്ടൻ ശാന്തി എന്നുള്ള ഒരാളാണ് ഇവിടെ ശാന്തി നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ വകയമായിരുന്നെന്നും അതുകൊണ്ട് ഇത് ഇവിടെ പോറ്റിമാർ പൂജ ചെയ്യണം എന്ന് വന്നതുകൊണ്ട് അങ്ങനെയാണ് കുട്ടൻ ശാന്തിയെ ഇവിടെ നിന്ന് വിട്ടിട്ട് പോറ്റിമാർ പൂജിച്ച് വന്നത്. ഇവിടുത്തെ ചൈതന്യത്തിനൊരു കുറവുണ്ടായിട്ടില്ല. എൻ്റെ അമ്മ ഈ ക്ഷേത്രത്തിൽ ഒരു അസുഖം പ്രമാണിച്ച് 21 ദിവസം ഇവിടെ ഭജനം ഇരിക്കാൻ വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നു. അന്ന് എൻ്റെ സഹോദരന് ഇവിടെ വെച്ച് ഒരു ബിറ്റ് വരികയും രാത്രി അസമയമായിരുന്നു. അന്നത്തെ കാലത്ത് വാഹന സൗകര്യം ഒന്നുമില്ലാതിരിക്കുകയും എൻ്റെ അമ്മാമ്മ ഒന്നുമില്ല ഭഗവാന്റെ മുമ്പിൽ എൻ്റെ സഹോദരനെ എടുത്ത് കൊണ്ടു ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടുത്തെ അമ്പല വാതിൽ താനെ തുറന്ന് കുട്ടൻ ശാന്തി അവിടെ നിന്ന് തീർത്ഥം തളിച്ച് അവന് ബോധം ഉണ്ടാകുകയും അതിനുശേഷം പിറ്റേ ദിവസം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയുള്ള ഒരു അനുഭവം എൻ്റെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയുണ്ട്. അത്രയും ശക്തിയുള്ള ഒരു ദേവനാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് എൻ്റെ അറിവ്. കുട്ടിക്കാലം മുതൽ എനിക്ക് ഈ ക്ഷേത്രവുമായിട്ട് വളരെ അടുപ്പവും ബന്ധവുമുണ്ട്. വളരെ കുട്ടിക്കാലം മുതലും കുറേ കാലം പ്രഗത്ഭരായ ചില തന്ത്രിമാരോടും ശാന്തിമാരോടും ഞാൻ ശിഷ്യപ്പെട്ട് കുറച്ചു കാലം ഇവിടെ താൽക്കാലിക പൂജയും നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യകാല പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു ആയിരുന്നു. ഇതിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള നടത്തിപ്പുകാരെന്ന് പറഞ്ഞാൽ ആർക്കെ മുതലാളിയുടെ കാരണവരായിട്ടുള്ള രാമ മുതലാളിയും അവരായിരുന്നു. അവരാണ് ഇപ്പോൾ രാമക്ഷേത്രം പുതുക്കിപ്പണിത് പ്രതിഷ്ഠ നടത്തിയത്. രണ്ടാമത്തെ പ്രതിഷ്ഠ ഗുഹാനന്ദപുരം ഷൺമുഖാനന്ദ സ്വാമി അവർകളായിരുന്നു. അങ്ങനെ അടുത്ത അപൂർവം 3 നേരം പൂജ ഉള്ള ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഒരുപാട് അസുഖങ്ങളെ നടുവിൽ ജീവിച്ച ആളാണ്. അപ്പോഴത്തേക്കാണ് ഇവിടെ ഇങ്ങനെ ശാന്തിക്ക് ആളില്ല എന്നുള്ള രീതിയിൽ എന്നെ വന്ന് വിളിച്ചതും ഞാനിവിടെ വന്ന് ഈ പണി എന്നെ കൊണ്ട് ഒക്കുമായിട്ടല്ല എങ്കിലും ഞാൻ വന്ന് ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങളാണ്. ഒരുപാട് മാറ്റങ്ങൾ. ശരിക്കും അസുഖത്തിൽ നിന്ന് ഞാൻ ഒരുപാട് മുക്തയാണ്. പിന്നെ എനിക്ക് എത്ര വയ്യെങ്കിലും ഇവിടെ വന്നത് ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ള ആ ഒരു ആവേശം എനിക്കുണ്ട്. എത്ര ചെയ്താലും എനിക്ക് മുഴുക്കൂല. അത്രയ്ക്ക് മാത്രം എനിക്ക് ആവേശമുണ്ട് ഇവിടെ ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലും എനിക്കായിട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ കാരുണ്യം കൊണ്ട് തന്നെയാണ്. ഞാനും എൻ്റെ കൊച്ചുമക്കളും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടായ്മയായിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു പോണത്. ഞങ്ങളെ കുടുംബവും നമ്മളിലുള്ള എല്ലാവർക്കും ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത്രമാത്രം വിശ്വാസവും പിന്നെ എന്തെന്നില്ലാത്ത ഒരു വിശ്വാസവും നമുക്കൊരു അനുഭവമാണത്. അത് എങ്ങനെ പറയണമെന്നില്ല പറഞ്ഞിട്ട് അത്രമാത്രം അനുഭവങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വന്ന് കൂടിയതിന് ശേഷം വീട്ടിനകത്ത് സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് അനുഭവത്തിലൂടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കാലും കൈക്കും ആവതുള്ള കാലം മുഴുവൻ എനിക്കിവിടെ ജോലി ചെയ്യണം എന്നുള്ള ഒരു മനസ്സാണ് എനിക്കുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഇവിടുത്തെ പോറ്റിയും അമ്മാമ്മയൊക്കെ ആയിട്ട് കൂട്ടൊക്കെ ആയി. പിന്നെ ഞാൻ ദിവസം ഇവിടെ അമ്പലത്തിലൊക്കെ വരും. അപ്പോൾ ഞാൻ ഇവിടുത്തെ ശാന്തി എനിക്ക് പൂജയൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഏപ്രിൽ 15 മേടമാസം വിഷുവിൻ്റെ അന്ന് ഇവിടെ ഒരു ചെറിയ ലക്ഷദീപം നടക്കുകയാണ്. അപ്പോൾ എല്ലാ ജനങ്ങളും അതിനു വേണ്ടി സഹായിക്കണമെന്ന് ഏപ്രിൽ 15 മേടനന്റെ വിഷുദിനത്തിൽ വൈകുന്നേരം 5:30 ചേന്നമംഗലം ശിവക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുന്ന ലക്ഷദീപാർച്ചനയിലേക്ക് പങ്കുകൊള്ളുന്നതിനായി ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ചേന്നമംഗലം ശിവക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.